എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി അശ്വതി നക്ഷത്രം. യാത്രാവേളകളിൽ വിലപിടിപ്പുള്ള സാമഗ്രികൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. സ്ത്രീജനങ്ങൾക്ക് അപഖ്യാതി കേൾക്കുവാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അടുത്തത് ഭരണി നക്ഷത്രമാണ്. രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധ അത്യാവശ്യമാണ്. ചീത്ത കൂട്ടുകെട്ട് മൂലം ദുശീലങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. ജലയാത്രകൾ സൂക്ഷിക്കുക. അഗ്നിസംബന്ധമായ അപകട സാധ്യത, അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യണം. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. തീർപ്പ് കൽപ്പിക്കാതെ കിടന്ന വ്യവഹാരത്തിൽ അനുകൂല വിധി ഉണ്ടാകും. തൊഴിൽ ലഭിക്കും. വാഹനം, ഗൃഹം എന്നിവ വാങ്ങുവാൻ സാധ്യത കാണുന്നുണ്ട്. പൂർവികമായ സ്വത്ത് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് മകയിര നക്ഷത്രമാണ്. മുടങ്ങിക്കിടക്കുന്ന ബിസിനസ് തെളിഞ്ഞു തുടങ്ങും. സഹായ വായ്പ ലഭിക്കുന്നതായിരിക്കും. അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ഇഷ്ടജനങ്ങളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഭിന്നത മാറുന്നതായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കും. വിവാഹം നടക്കും. ഉദ്യോഗവും ഉന്നത വിദ്യാഭ്യാസവും ലഭിക്കുന്നതായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. മാതാപിതൃക്കളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സന്താനങ്ങൾക്ക് ഉപരിപഠനം ലഭിക്കുന്നതായിരിക്കും. നിധി ലഭിക്കുവാനോ അല്ലെങ്കിൽ ലോട്ടറി അടിക്കുവാനോ ഉള്ള യോഗം കാണുന്നുണ്ട്. അടുത്തത് പൂയം നക്ഷത്രമാണ്. ഇഷ്ടജന സഹകരണം ഉണ്ടാകും. സർക്കാരിൽ നിന്നും അനുകൂല നടപടി ഉണ്ടാകും. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. വസ്തുക്രയവിക്രയ സാധ്യത കാണുന്നുണ്ട്. വിവാഹപ്രായമായവർക്ക് ആലോചനകൾ വന്നു ചേരുന്നതായിരിക്കും. ഉറപ്പിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ലക്ഷ്യബോധത്തോടെയുള്ള കാര്യങ്ങൾ നിങ്ങളെ വിജയത്തിലെത്തിക്കുന്ന ദിവസം കൂടിയായിരിക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. വ്യക്തമായ തീരുമാനത്തിലൂടെ കാര്യങ്ങൾ നടപ്പാക്കാൻ പാടുള്ളൂ. ഭാര്യയുടെ ആരോഗ്യനിലയിൽ പ്രത്യേകം ശ്രദ്ധ വേണം. സദസ്സുകളിൽ അപമാനിതരാകുവാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. അടുത്തത് പൂരം നക്ഷത്രമാണ്. അയൽക്കാരുടെയും ശത്രുക്കളുടെയും ശല്യം ഉണ്ടാകും. ശാരീരിക ദുരിതം ഉണ്ടാകുന്നതായിരിക്കും. ഹൃദയരോഗം ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. സന്താനങ്ങളുടെ മേൽ കരുതൽ വേണം. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. വിശ്വാസവഞ്ചനയ്ക്ക് പാത്രമാകും. അസൂയക്കാരിൽ നിന്നും ശല്യമുണ്ടാകും. സദാചാരവിരുദ്ധ ജീവിതം ഒഴിവാക്കണം. സൗന്ദര്യ പിണക്കങ്ങൾ ഒഴിവാക്കുക. അടുത്ത അത്തം നക്ഷത്രമാണ്. മനസ്സിനിഷ്ടപ്പെട്ട തൊഴിൽ ലഭിക്കും. പൂർവിക സ്വത്ത് ലഭിക്കും. പുസ്തകങ്ങൾക്കും ഔഷധങ്ങൾക്കും ധനം ചിലവഴിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. ഇഷ്ടജനങ്ങളുടെ അനൈക്യത്താൽ വാടക വീട്ടിലേക്ക് താമസം മാറും. ചെയ്യാത്ത കുറ്റത്തിന് അപവാദം കേൾക്കുവാൻ ഇടവരും. പ്രകോപനങ്ങളിൽ അകപ്പെടാതെ ഇരിക്കുക. അടുത്തത് ചോതി നക്ഷത്രമാണ്. വിവാഹ സംബന്ധമായ ദുരിതങ്ങൾ, വാക്കുതർക്കങ്ങൾ എന്നിവ ഉണ്ടാകാം. ആരോഗ്യം ശ്രദ്ധിക്കണം. അസുഖങ്ങൾക്ക് പുതിയ ചികിത്സാ രീതി വഴി മോചനം ലഭിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ധനം കടം കൊടുക്കരുത്. ശരീരപീഡയ്ക്ക് സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. മനഃശാന്തി കുറവുണ്ടാകും. ആയതിനാൽ തൊഴിൽ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. അടുത്തത് അനിഴം നക്ഷത്രമാണ്. സ്ത്രീകൾ നിമിത്തം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ശത്രുക്കൾ പലപ്പോഴും മിത്രരൂപത്തിൽ വരികയും കുഴിയിൽ ചാടിക്കുകയും ചെയ്യും. പണം കടം കൊടുക്കരുത്. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. അടുത്തത് മൂലം നക്ഷത്രമാണ്. വിദേശ ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കും. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശനം നടത്തും. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും. അടുത്തത് പൂരാട നക്ഷത്രമാണ്. വിദേശയാത്രയ്ക്ക് യോഗം. പ്രണയബന്ധങ്ങളിൽ നേട്ടം. സന്താനങ്ങളിൽ നിന്നും നേട്ടം ഉണ്ടാകും. ആത്മവിശ്വാസം ഉണ്ടാകും. സമചിത്തതയോടുകൂടി പ്രവർത്തിക്കുക. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. ബന്ധുക്കളിൽ നിന്നും വിരോധികളിൽ നിന്നും ഔദ്യോഗിക രംഗത്ത് ശത്രുക്കൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. രാഷ്ട്രീയം, കല, കായികം, വ്യവസായം എന്നീ രംഗത്ത് പ്രതിസന്ധികൾ ഉണ്ടാകാം. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. സാമ്പത്തിക വിഷമതകൾ മാറും. കുടുംബസുഖം ലഭിക്കും. മനസ്സുഖം ലഭിക്കും. പൊതുരംഗത്ത് പ്രശസ്തി ഉണ്ടാകും. ഈശ്വരപ്രീതി നോക്കി മാത്രം കാര്യങ്ങൾ ചെയ്യുക.
അടുത്തത് അവിട്ട നക്ഷത്രമാണ്. ഇഷ്ടജന സംഗമം, രോഗശമനം, അർഹിക്കുന്ന സ്ഥാനം എന്നിവ ലഭിക്കും. വിവാദങ്ങളിൽ വിജയിക്കും. പ്രവൃത്തി മേഖലയിൽ പ്രതിസന്ധികൾ മാറും. അടുത്തത് ചതയം നക്ഷത്രം. സൽക്കർമ്മങ്ങൾ, തീർത്ഥയാത്രകൾ, സത്സംഗം എന്നിവയിൽ പങ്കെടുക്കും. കഠിനമായ അധ്വാനം കൊണ്ട് ചുമതലകൾ നിർവഹിക്കും. പൂർവിക സ്വത്ത് ലഭിക്കും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. രഹസ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പരാജിതരാകരുത്. മനസാക്ഷിക്ക് വിപരീതമായി പ്രവർത്തിക്കരുത്. പൊതുവേദിയിൽ അപഹാസ്യത്തിനും മാനഹാനിക്കും സാധ്യത. അടുത്തത് ഉത്രട്ട നക്ഷത്രമാണ്. അംഗീകാരം ലഭിക്കും. സർക്കാരിൽ നിന്നും അനുകൂലമായ നടപടി ഉണ്ടാകും. കുടുംബത്തിൽ മംഗല്യസിദ്ധിക്ക് വേണ്ടി പുണ്യകർമ്മങ്ങൾ നടത്തും. അടുത്തത് രേവതി നക്ഷത്രമാണ്. കുടുംബസ്വത്തിൽ തർക്കം വരും. അവ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം. പ്രണയത്തിൽ നിന്നും വിട്ടുനിൽക്കണം. ഭരണാധികാരികൾക്ക് പ്രതിസന്ധിക്ക് സാധ്യത കാണുന്നുണ്ട്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. പുതിയൊരു വിഷയമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.